മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണ് മഞ്ജുവിന്റെ കാമുകൻ എന്ന് തെറ്റിദ്ധരിച്ച് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ എത്തുന്നുണ്ട് മേഘൻ. എന്റെ തകർച്ച കാണാൻ വേണ്ടിയിട്ടാണ് മഞ്ജുവുമായി അവൻ അടുപ്പം കാണിച്ചിരിക്കുന്നത് എന്നും മേഘന് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് അതിനെ ചൊല്ലി മഞ്ജുവിന് നേരെ മേഘൻ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങളുടെ സംശയമൊക്കെ ഉള്ളിൽ വെച്ചാൽ മതിയെന്നും അങ്ങനെ എന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചാൽ ഞാനും വെറുതെ ഇരിക്കില്ല എന്നും മഞ്ജു ചുട്ട മറുപടി തന്നെ മേഘന് നൽകുന്നുണ്ട്. പിന്നീട് മാർക്കോ മേഘൻ താനാണ് മഞ്ജുവിന്റെ കാമുകൻ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം സാഗറിനോടും ലോപ്പസിനോടും പറഞ്ഞ് അവർ 3 പേരും കൂടി ചിരിക്കുന്നുണ്ട്. ഇതിലും വലിയ തിരിച്ചടി അവനിനി ജീവിതത്തിൽ കിട്ടാനില്ല. ഇനി മേഘന്റെ വീട്ടിൽ എന്നും അടിയും വഴക്കും മാത്രമായിരിക്കും. അങ്ങനെ അധികം വൈകാതെ അവൾ നിന്റെ കൂടെ ഇറങ്ങി വരും. നിങ്ങൾക്ക് താമസിക്കാനായിട്ട് ഒരു വാടക വീട് ഞാൻ എടുത്തു തരാമെന്നും മാർക്കോ പറയുന്നുണ്ട് സാഗറിനോട്. പിന്നീട് കാണിക്കുന്നത് വാമൻ്റെ റിപ്പോർട്ടെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ അയാളോട് പറയുന്നുണ്ട്, നട്ടെല്ല് പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു. എത്ര നാൾ ഈ കിടപ്പ് കിടക്കേണ്ടി വരും എന്ന് പറയാൻ പറ്റില്ല. ഇനി എവിടേക്കെങ്കിലും പോകണമെങ്കിൽ വീൽ ചെയറിൻ്റെ സഹായം വേണ്ടി വരും. ഇവിടെ നിന്നും ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്യും. എങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇതേ അവസ്ഥയിൽ കിടക്കാൻ തന്നെ പറ്റൂ. അത്രയ്ക്ക് വലിയ വീഴ്ചയല്ലേ വീണിരിക്കുന്നത് എന്ന് ഡോക്ടർ പറയുമ്പോൾ, എങ്കിൽ പിന്നെ എന്നെ ഒന്ന് കൊന്നു തന്നൂടെ? ആ തട്ട് പൊളിഞ്ഞ് താഴെ വീണപ്പോൾ അതോടുകൂടി അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. ഇതിലും ഭേദം അതായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ വാമൻ്റെ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കണ്ണൻ്റെ മുട്ടിന് മുകളിലേക്കും ചലനശേഷി തിരിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ മഹി. കണ്ണേട്ട, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. തോമസ് സാറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് 3ാം ഘട്ട ചികിത്സയ്ക്ക് പോകാനായിട്ട് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിന് മുൻപ് കണ്ണേട്ടന് ഈ ചലനശേഷി തിരിച്ചു കിട്ടിയത് കാണുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് മഹാലക്ഷ്മിയുടെ മനസ്സ്. കണ്ണനാണെങ്കിലും തൻ്റെ കാലുകൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്ര പെട്ടെന്നൊരു മാറ്റം എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ണൻ പറയുമ്പോൾ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കണ്ണേട്ടാ, കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു മഹി. താൻ കൂടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ നല്ലത് മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് കണ്ണൻ പറയുമ്പോൾ, സിദ്ധിയായിട്ടുള്ള അമ്മ പറഞ്ഞില്ലേ കണ്ണേട്ടന് ഉടനെ തന്നെ കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ കാലുകൾക്ക് ചലനശേഷി കിട്ടുമെന്ന്. അത് ഇത്ര വേഗം സാധ്യമായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ഞാൻ ഈ വാർത്ത വേഗം തന്നെ തോമസ് ഡോക്ടറെ അറിയിക്കട്ടെ എന്നും ഇത് കേട്ട് കഴിഞ്ഞാൽ തോമസ് സാറിനും സന്തോഷമാകുമെന്ന് പറഞ്ഞുകൊണ്ട് മഹി വേഗം തന്നെ തോമസ് സാറിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നെന്നും ഒരു മഹാത്ഭുതം തന്നെയാണ് കണ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടറും വല്ലാതെ തന്നെ എക്സൈറ്റഡ് ആവുന്നുണ്ട്. തുടർന്ന് എന്താ മഹാലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടൻ്റെ മുട്ടിൻ്റെ മുകളിലേക്കും ചലനശേഷി തിരിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ ഡോക്ടർക്കും എന്തെന്നില്ലാത്ത സന്തോഷമാകുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കണ്ണനെയും കൊണ്ട് മഹാലക്ഷ്മി ഇവിടെ ചികിത്സയ്ക്ക് വന്ന ആ ദിവസമാണ്. അന്ന് കണ്ണനെ എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. പക്ഷേ മഹാലക്ഷ്മിയുടെ ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും കൂടെയുള്ള പരിചരണവും കൊണ്ട് മാത്രമാണ് കണ്ണൻ്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു ഫലപ്രാപ്തി ഉണ്ടായത്. എൻ്റെ ചികിത്സാ ജീവിതത്തിൽ തന്നെ ഇത് ശരിക്കും ഒരു പൊൻതൂവലായി മാറി എന്നും പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ സന്തോഷിക്കുന്നുണ്ട് കേട്ടോ തോമസ് സാറ്. തുടർന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി മഹാലക്ഷ്മിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തൽക്കാലം ശത്രുക്കളൊന്നും ഇതറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും നിങ്ങളെ 2 പേരെയും അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് പറയുമ്പോൾ, അതറിയാം സർ, ഞങ്ങളിത് ആരോടും പറയാതെ മറച്ചു വയ്ക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. പിന്നീട് അങ്ങനെ കണ്ണന് വീൽ ചെയറിൻ്റെ സഹായമൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കാൻ കഴിയും എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അനന്തുവിനോടും ലേഖയോടും ഒക്കെ അവർ ഈ കാര്യം വിളിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കണ്ണൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയതിൽ അവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ കണ്ണൻ റൂമിൽ മാത്രം ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശത്രുക്കളോട് അവർ ഒരു കാരണവശാലും അവരിത് അറിയാനായിട്ട് കണ്ണനെ മഹാലക്ഷ്മിയെ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കാണുക മാത്രമാണ് കേട്ടോ കണ്ണൻ വീൽ ചെയറിൽ സഞ്ചരിക്കുന്നത്. ആർക്കും ഒരു സംശയത്തിനും ഇട നൽകിയാതെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് ദുർഗ കരുണയോടായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ വേണം, ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ കാര്യത്തിൽ വേണം ഇപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം അവളുടെ മുന്നിൽ ജയിക്കാനായിട്ട് നിനക്ക് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് നീ ജന്മം നൽകുമ്പോൾ അതിനെ ഓമനിക്കുന്നതും കൊഞ്ചിക്കുന്നതൊക്കെ കണ്ട് അവളുടെ മനസ്സ് പിടയണം. എങ്കിലേ അവളും അവനും കൂടി നമ്മളോട് ചെയ്തതിനൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യാൻ കഴിയൂ എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട് ദുർഗ. തുടർന്ന് എൻ്റെ വാമേട്ടന് ഇനി ഈ കിടപ്പിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കണ്ണനെ പോലെ വാമേട്ടനും വീൽ ചെയറിൽ വേണം സഞ്ചരിക്കാൻ.
പക്ഷേ ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും മോളുടെ അച്ഛനും മേഘനും ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദുർഗ. അപ്പോൾ ഇത് കേൾക്കുന്ന കരുണ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ്. ഇനി എൻ്റെ കുഞ്ഞിലൂടെ വേണം എനിക്ക് അവളോട് കണക്ക് തീർക്കാൻ. ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാതെ ലാളിക്കാൻ കഴിയാതെ അവളുടെ മനസ്സ് തകരണം. എങ്കിലേ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വത്തിനും പണത്തിനും ഒന്നും യാതൊരു വിലയും ഇല്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാകൂ എന്നെല്ലാം കരുണ മഹിയോടുള്ള അസൂയോടും പകയോടും കൂടി ദുർഗയോട് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി കുടുംബക്ഷേത്രത്തിലെത്താണ്. കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ഇത്ര വേഗത്തിൽ ചലനശേഷി തിരിച്ചു കിട്ടിയതിൽ ദേവിയോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് കേട്ടോ മഹി എത്തുന്നത്. അപ്പോൾ അവിടെ വെച്ച് പതിവ് പോലെ സിദ്ധിയായിട്ടുള്ള അമ്മയെ മഹാലക്ഷ്മി കാണുന്നുണ്ട്. അമ്മ പറഞ്ഞതുപോലെ തന്നെ കണ്ണേട്ടൻ്റെ കാലുകൾക്ക് ചലനശേഷി തിരിച്ചു കിട്ടി. കണ്ണേട്ടന് ഇപ്പോൾ പരസഹായം കൂടാതെ നടക്കാൻ കഴിയും. പക്ഷേ തൽക്കാലം ഞങ്ങളിത് കണ്ണേട്ടൻ്റെ ബന്ധുക്കളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മഹി പറയുമ്പോൾ, അത് വേണ്ടെന്ന് അമ്മയും മോളോട് പറഞ്ഞതാണല്ലോ. ഇനി എത്രയും വേഗം മോളൊരമ്മയാകും. അതിനുള്ള സമയം മോൾക്കായി എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. മോളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യം കടന്നു വരാനുള്ള സമയമായി എന്ന് അമ്മ പറയുമ്പോൾ വീണ്ടും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ അന്നത്തെ രാത്രി മഹിയാണെങ്കിൽ മുല്ലപ്പൂ ഒക്കെ തലയിൽ ചൂടി അതിസുന്ദരിയായി ഒരുങ്ങിക്കൊണ്ട് കണ്ണൻ്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ദുർഗയ്ക്കും കരുണയ്ക്കാണെങ്കിൽ കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദുർഗ കരുണയോട് പറയുന്നുണ്ട്, ഇവളിത് എന്ത് ഭാവിച്ചാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, അവളുടെ മനസ്സിലെ ആഗ്രഹം അവളെ അങ്ങനെയൊക്കെ തീർക്കുകയാണ് അമ്മേ. അല്ലാതെ ഇപ്പോൾ അവൾക്ക് വേറെ സന്തോഷിക്കാനായിട്ട് മാർഗ്ഗമൊന്നുമില്ലല്ലോ. ഈ ജന്മം അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ കരുണ. അങ്ങനെ അന്നത്തെ രാത്രി കണ്ണനും മഹാലക്ഷ്മിയും എല്ലാ അർത്ഥത്തിലും ഒന്നാകുന്നുണ്ട്. പക്ഷേ കണ്ണന് നടക്കാൻ കഴിയും, കണ്ണന് ചലനശേഷി തിരിച്ചു കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും ശത്രുക്കൾ ഒരിക്കലും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അവർ കണ്ണൻ പഴയതുപോലെ വീൽ ചെയറിൽ തളർന്നിരിക്കുകയാണെന്ന് തന്നെയാണ് അവർ കരുതുന്നത്. പിന്നീട് അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം മഹാലക്ഷ്മിക്ക് വൊമിറ്റിങ്ങിന് ഒരു ടെൻഡൻസി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ദുർഗ അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നുണ്ട്, കണ്ണിൽ കണ്ടതൊക്കെ വലിച്ചു വാരി കഴിക്കുമ്പോൾ ഓർക്കണം എന്ന് പറയുമ്പോൾ, ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും നല്ല ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയത് അമ്മേ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കഴിച്ചതിൻ്റെയൊക്കെ ബാക്കിയാണ് ഇവൾക്ക് കൊടുത്തിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ചേർന്ന്, അതായത് ദുർഗയും കരുണയും ഉണ്ണിയൊക്കെ ചേർന്ന് അത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹി ഛർദ്ദിക്കുകയാണ്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് മഹാലക്ഷ്മിയോട്, തനിക്ക് എന്തെങ്കിലും വയ്യായി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ സമയം മഹിയാണെങ്കിൽ കണ്ണനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ അസുഖത്തിന് ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ല കണ്ണേട്ടാ എന്ന് പറയുമ്പോൾ, അത് കേട്ട് ദുർഗയ്ക്കും കരുണയ്ക്കും ഉണ്ണിക്കും ഒന്നും കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വായും പൊളിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. തുടർന്ന് മഹി ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അവിടെ പറയുകയാണ്. അതായത് കണ്ണേട്ടൻ ഒരു അച്ഛനാകാൻ പോകുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഛർദ്ദിച്ചത് എന്നുള്ള കാര്യം മഹാലക്ഷ്മി പറയുമ്പോൾ, അത് കേട്ട് സ്തബ്ധയായിട്ട് ഷോക്കഡായിട്ട് നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ സൂപ്പറായിട്ടുള്ള നല്ലൊരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്